സംശുദ്ധ ഭരണം, ധാർമ്മികത, സംശയാതീത പൊതുപ്രവർത്തനം തുടങ്ങി നിരവധി കാരണങ്ങൾ നിരത്തി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഒരു വിവാദ ബിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് രാജ്യത്തിന്റെ ഭരണഘടനാ ഫെഡറൽ തത്വങ്ങളെ റദ്ദ് ചെയ്യും വിധമുള്ള ബിൽ അവതരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്നതാണ് വിവാദ ബില്ലിലെ വ്യവസ്ഥ. ബില്ല് കീറിയെറിഞ്ഞും ചോദ്യശരങ്ങൾ ഉയർത്തിയും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളങ്ങൾക്കിടെ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്കായി വിട്ടു. ആദ്യം നോക്കാം RD എക്സ്ട്രാ. അമിത്ഷാ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ സഭാതലത്തിൽ ഉയർന്നത് കടുത്ത പ്രതിഷേധം. പ്രതിപക്ഷം വിവാദ ബില്ലിനെ ചോദ്യശരങ്ങൾ കൊണ്ട് മൂടി. ഭരണഘടനാ മൂല്യങ്ങളെ, ഫെഡറലിസത്തെ അട്ടിമറിക്കാനുള്ള പദ്ധതിയെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒരേ സ്വരത്തിൽ ആരോപിച്ചു. രാഷ്ട്രീയ ധാർമ്മികത സംരക്ഷിക്കാനാണ് നിയമമെന്ന കേന്ദ്ര സർക്കാർ വാദം ചോദ്യം ചെയ്യപ്പെട്ടു. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അറസ്റ്റിലായപ്പോൾ അമിത്ഷാ ധാർമ്മികത പാലിച്ചോ എന്ന് KC വേണുഗോപാൽ. അറസ്റ്റിലാകും മുൻപ് താൻ രാജിവെച്ചിരുന്നുവെന്ന് അമിത്ഷായുടെ മറുപടി. രാത്രി 1 മണിക്കാണ് ബില്ലിന്റെ പകർപ്പ് കിട്ടിയതെന്നും തിടുക്കപ്പെട്ട് ബിൽ കൊണ്ടുവരേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്നും NK പ്രേമചന്ദ്രൻ MP. ഒരു വേള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രവനീത് സിംഗ് ബിട്ടുവും തന്നെ ആക്രമിച്ചുവെന്നും പിടിച്ചു തള്ളിയെന്നും തൃണമൂൽ കോൺഗ്രസ് MP മിതാലി ബാഗ്. പ്രതിപക്ഷം കല്ലുമായാണ് സഭയിലെത്തിയതെന്ന് BJP. പ്രതിപക്ഷം സഭയിൽ മാന്യത പുലർത്തണമെന്ന് സ്പീക്കറുടെ വിമർശനം. ബഹളത്തിനിടെ ബില്ല് JPCയുടെ പരിഗണനയ്ക്ക് വിട്ടു. RD റാപ്പ് ന്യൂസ് മലയാളം. കേന്ദ്രമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ സഭയിലുണ്ടായത് അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധമാണ്. പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിന്റെ പകർപ്പുകൾ കീറി അമിത്ഷായ്ക്ക് നേരെ എറിഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായും KC വേണുഗോപാൽ MPയും തമ്മിൽ സഭാതലത്തിൽ നടന്നത് അതിരൂക്ഷമായ വാക്പോരാണ്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ബില്ലാണിത്, KC വേണുഗോപാൽ MP പറഞ്ഞു. പ്രതിപക്ഷ സർക്കാരുകളെ മാത്രമല്ല NDA സഖ്യകക്ഷികളായ JDUവിനെയും TDPയെയും വരെ കേന്ദ്രം ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. Basic principle of the constitution of this country. This bill is to target the opposition ruling government. This bill is to threaten the people like Nitish Kumar and Chandrababu Naidu. This bill is to blackmail everybody. Get out of my point. അവതരണത്തിന് മുൻപ് ബില്ല് അംഗങ്ങൾക്ക് വായിക്കാൻ നൽകിയില്ല എന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിതെന്ന് NK പ്രേമചന്ദ്രൻ ആരോപിച്ചു. പ്രേമചന്ദ്രന്റെ വാക്കുകളിലേക്ക്. Undue haste and urgency in bringing such a constitutional amendment bill. What is the emergent need of having such a bill? That means the introduction of the bill itself is lacking bona fides. The bill is lacking bona fides. That is why I would like to say that this is with a malified intention to destabilize the opposition ruled states in various parts of the country. Number one. ഇന്ത്യയെ പോലീസ് സ്റ്റേറ്റ് ആക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ആസാദുദ്ദീൻ ഒവൈസി. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നാസി ജർമ്മനിയുടെ ഗെസ്റ്റപ്പോ ശൈലി കൊണ്ടുവരുന്നു എന്നും ഒവൈസി ആരോപിച്ചു. Sir, this is the 1933 Gestapo when Gestapo was formed in Germany. This government is hell-bent on creating a police state. This will be a death knell and leash an elected government, sir. Indian constitution is being amended to turn this country into a police state. ശശി തരൂർ ഈയിടെയുള്ള പോലെ തന്നെ പതിവായി വ്യത്യസ്തനാവാറുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ബിൽ, ആ ബില്ലിൽ അപാകത കാണുന്നില്ലെന്നായിരുന്നു ഈ വിഷയത്തിൽ ശശി തരൂരിന്റെ പ്രതികരണം. face of it, it's very difficult to see any problem with it, but I don't know. Obviously, if anyone does something wrong, they should not be a minister anywhere. Those are the three bills you're talking about.
But I don't know if there's any other motive. I've not studied it in more detail than that. 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. വിവാദ വ്യവസ്ഥകളോടെ പാർലമെന്റിൽ അവതരിപ്പിച്ച 3 ബില്ലുകളുടെ വിശദാംശങ്ങളും നമുക്ക് നോക്കിപ്പോകാം. ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബിൽ 2025, കേന്ദ്ര ഭരണ പ്രദേശ ഭേദഗതി ബിൽ 2025, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ 2025. ഈ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി. 5 വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസിൽ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകും. നിയമപരമായ ചട്ടക്കൂട് നൽകാൻ ഭരണഘടനയുടെ 75, 164, 239 വകുപ്പുകൾ ഭേദഗതി ചെയ്യും. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ എന്നിവർക്ക് ഇത് ബാധകമാണ്. 30 ദിവസത്തിനകം രാജിവെച്ചില്ലെങ്കിൽ 31-ാം ദിവസം അവർ സ്ഥാനത്ത് നിന്ന് സ്വയമേ നീക്കപ്പെടും. ജയിലിൽ കിടക്കുന്ന സംസ്ഥാന മന്ത്രിമാരെ നീക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് നിർദ്ദേശം നൽകുകയും വേണം. കേന്ദ്രമന്ത്രിമാരെ നീക്കാൻ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നടപടിയെടുക്കുക രാഷ്ട്രപതിയാണ്. ജമ്മു കാശ്മീരിൽ മാത്രം ലഫ്റ്റനന്റ് ഗവർണറായിരിക്കും നടപടിയെടുക്കുക. കസ്റ്റഡിയിൽ നിന്ന് മോചിതനായ ശേഷം നീക്കം ചെയ്യപ്പെട്ട അതേ സ്ഥാനത്തേക്ക് തന്നെ നിയമിക്കാം. പ്രതിപക്ഷ എതിർപ്പിനിടെ 3 ബില്ലുകളും പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. ഇതിൽ കേന്ദ്രത്തിന്റെ ന്യായീകരണമുണ്ട്. അഴിമതിക്കാരെ ഉടൻ നീക്കും, അധികാരത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം ഉറപ്പാക്കും. ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് കേജ്രിവാളിന്റെ സംഭവമാണ്, സെന്തിൽ ബാലാജിയുടെ സംഭവമാണ്. ഇതൊക്കെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സനീഷ്, ഇക്കാര്യത്തിൽ സംശയമില്ലാത്ത വണ്ണം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത് എന്ന് സംശയിക്കാം, അത് ആരോപിക്കുകയും ചെയ്യാം. അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ ആ വിഷയത്തെ കണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബില്ല് ഈ മട്ടിൽ വളരെ പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത്. അപ്പോൾ അതിനപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന ഈ വോട്ട് ചോരി ചർച്ചകളെല്ലാം പതുക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു ശ്രമം കൂടിയായി ഇതിനെ കണക്കാക്കണം. നിശ്ചയമായിട്ടും ഒരു സംശയവുമില്ലാത്ത വിധം. അതായത് സമീപകാലത്ത് സഭയിൽ നിന്നും വന്നിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പല കാര്യങ്ങളിലും എന്ന പോലെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷമാണ്, ഇക്കാര്യത്തിലും പ്രതിപക്ഷമാണ് ശരി, ഭരണപക്ഷമല്ല. അതിൽ പ്രധാനപ്പെട്ട 1-2 ബേസിക് സംഗതികളെ ഇത് ഉലച്ചു കളയുന്നുണ്ട്. ഒന്ന്, രാഷ്ട്രീയക്കാർ ധാർമ്മികമായിട്ട് ഭരണഘടനയോട് കൂറുള്ളവരായിട്ട് രാജ്യത്തെ ജനങ്ങളുമായിട്ട് കൂറുള്ളവരായിട്ടുണ്ടാകണം എന്ന ഒരു പ്രാഥമിക സംഗതിയെ ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണ്ടാൽ അമിത്ഷാ അവിടെ KC വേണുഗോപാലിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുത്ത ആ കാര്യം തന്നെ നോക്കൂ, അതിന് മറുപടി പറഞ്ഞ കാര്യം തന്നെ നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെതിരെ കേസുണ്ടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു KC വേണുഗോപാൽ. വളരെ ഷാർപ്പായിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് മറുപടി പറഞ്ഞു, ഞാൻ രാജിവെച്ചു, ഞാൻ അത് കേസ് കഴിയുന്നവരെ ഇത്തരം പദവികളിലേക്കൊന്നും പിന്നെ വന്നില്ല എന്ന് അമിത്ഷാ വളരെ ആർജവത്തോടെ മറുപടി പറഞ്ഞു. അപ്പോൾ അമിത്ഷാ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് കരുതുന്നത് അദ്ദേഹം ധാർമ്മികത കാണിച്ചു. രാജ്യത്ത് ഇപ്പോഴുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ആ ധാർമ്മികത കാണിക്കുന്നവരല്ല, ഞാൻ മാത്രമാണ് ആ ധാർമ്മികത കാണിക്കുന്നതെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തനിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നാൽ ആ കേസിനെ നേരിടുന്ന സമയത്ത് മാറി നിൽക്കുക എന്നത് രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കേണ്ടതാണ്. അതൊരു പോലീസോ മറ്റൊരു എക്സ്റ്റേണൽ സംവിധാനമോ അവർക്ക് മേൽ ഏൽപ്പിക്കേണ്ടുന്ന ഒരു സമ്മർദ്ദ ചുമതലയല്ല, മറിച്ച് ആ നേതാവ് സ്വന്തം നിലക്ക് എടുക്കേണ്ടതാണ്. അതാണ് അതായത് ജനങ്ങളാണ് ആത്യന്തികമായിട്ടുള്ള അടിത്തറ. അതിലെല്ലാത്തിലും കയറിയിട്ട് കോടതിയും പോലീസും ഇടപെടേണ്ടതല്ല നമ്മുടെ സംവിധാനം. അത് ആ രാഷ്ട്രീയ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ കാര്യമെടുക്കുക. എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വന്നൊരു കേസ് PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയൊരു ആരോപണം ഉണ്ടായി. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് രാജിവെച്ചു, അല്ലേ? ഓർമ്മയില്ലേ? അങ്ങനെ എത്രയോ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഉണ്ടായിട്ട് ഇതര സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ട്. മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷ എതിർപ്പ് വരും, മാധ്യമങ്ങൾ അതിശക്തമായിട്ട് എതിർക്കും, അപ്പോൾ അവർ രാജിവെക്കും. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ശബ്ദം ഉയരത്തിൽ വരും. മാധ്യമങ്ങൾ സ്വതന്ത്ര സംവിധാനങ്ങളായിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിക്കും. ഈ മാധ്യമങ്ങളും എതിർ പാർട്ടികളുടെ നേതാക്കളും എതിർ പാർട്ടി പ്രസ്ഥാനങ്ങളും അവർ പ്രതിനിധീകരിക്കുന്ന പൊതുജനമാകെ തന്നെയും കുഴപ്പം കാണിച്ചൊരു നേതാവിനെതിരെ അതിശക്തമായിട്ട് ഉണർന്നെഴുന്നേറ്റ് വന്ന് സമ്മർദ്ദപ്പെടുത്തും. ആ സമ്മർദ്ദത്തിൽ ആ നേതാവ് രാജിവെച്ചൊഴിയും, ആ സ്ഥാനത്ത് തുടരാൻ പറ്റാത്ത വിധം അദ്ദേഹം. ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതിന് വഴങ്ങിയിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തിക്കാർ. അതങ്ങനെ വഴങ്ങി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കളുടെയും പാരമ്പര്യമുള്ളത് കൊണ്ടാണ് അമിത്ഷായ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്, ചെയ്യാൻ തോന്നിയത്. അദ്ദേഹത്തിന് മേൽ പ്രഷർ വരികയും അദ്ദേഹം ഒഴിവായി പോവുകയും ചെയ്തത്. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കവേ, ആ സംവിധാനം അങ്ങനെ നിലനിൽക്കുന്നുള്ള ഗുണം എന്താണ്? അതിനർത്ഥം പൊതുജനമാകെ തന്നെയും അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ കയ്യിലാണ് അതിനുള്ള അധികാരം.
ഇവർ കുഴപ്പം കാണിച്ചാൽ ഒരു സംവിധാനങ്ങളും ഇടപെടേണ്ടതില്ല. രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവരും, മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യും, ജനങ്ങൾ ഉണർത്തിക്കൊണ്ടുവരും. ആ സമ്മർദ്ദത്തിൽ ഈ നേതാക്കൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോകും. ഇങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് മുകളിലേക്ക് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കാൻ, ഈ ചുമതല കൂടെ പോലീസിന് കൊടുക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലേ ഹർഷ, അതായത് പാർലമെൻറ്റിനകത്ത് ഈ അർദ്ധ പട്ടാള സംവിധാനത്തെ ഏർപ്പെടുത്തി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ എല്ലാത്തിനകത്തേക്കും ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പട്ടാള ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ കൊണ്ടുവരാനുള്ള ഒട്ടും സുഖകരമല്ലാത്ത ഒരു നടപടി സ്വീകരിക്കുന്നു എന്നതായിട്ടാണ് ഈ ബില്ലിനെ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവശ്യമേ ഇല്ല. ജനങ്ങൾക്ക് ജനങ്ങളുടെ അധികാരം കൊടുക്കുക, ജനങ്ങളുടെ സമ്മർദ്ദത്തിനകത്ത് പെട്ടിട്ട് ഈ ആളുകൾ രാജിവെച്ച് പോകട്ടെ. ഇത്രയും കാലം അങ്ങനെയാണ് നടന്നത്. അല്ലാതെ അതിന് പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയും കൊണ്ടുവരേണ്ടുന്ന യാതൊരു കാര്യവുമില്ല എന്നതാണ്. ഇതിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾ ഇവിടുന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഫെഡറൽ സംവിധാനത്തെ ആകപ്പാടെ തന്നെ തകർക്കുക എന്നൊരു കാര്യം കൂടിയാണ്. അതായത് എല്ലാത്തിൻ്റെയും അധികാരം, അമിതാധികാരം സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരിക എന്ന സംഗതിയായിട്ടാണ്. എങ്ങനെയാണിത് രാഷ്ട്രീയ എതിർപക്ഷത്തിൻ്റെ അടിക്കാനായിട്ടുള്ള അവരെ വീഴ്ത്തിക്കളയാനുള്ള ആയുധമാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു കേസ് എടുക്കുക, പിടിച്ചകത്തേക്കിടുക, എന്നിട്ട് 30 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ എത്ര തവണയായിട്ട് കേരളത്തിലേക്ക് EDI മറ്റും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? നമ്മുടെ ഖുറാനകത്ത് സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി, ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തി. ഇതിനകത്തൊന്നും മുന്നോട്ട് പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിലെ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വലിയ ശക്തിയായിട്ടുള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഈ നേതാവിനെ, മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ പിടിച്ചകത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു 30 ദിവസത്തേക്ക് തികച്ചെടുത്താൽ ആ സർക്കാരിനെ തന്നെയും വീഴ്ത്താൻ പറ്റും. ജനങ്ങൾ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചിട്ട് കൊണ്ടുവന്ന സർക്കാരിനെ അമിതാധികാരം പ്രയോഗിച്ചിട്ട് വ്യാജമായിട്ടുള്ള സംഗതികളിലൂടെ വീഴ്ത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം കിട്ടും എന്നതാണ് ഇതിനെ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ളൊരു ബില്ലാക്കി മാറ്റുന്നത്. നിശ്ചയമായിട്ടും അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ EMS സർക്കാരിനെ ഈ പറയുന്ന നെഹ്റു ഗവൺമെൻറ് താഴേക്ക് വീഴ്ത്തി CIAയുടെയും മറ്റും സഹായത്തോടെ എന്നതിന് സമീപകാലത്തും വാർത്തകൾ വന്നല്ലോ. ഒരു സംസ്ഥാന സർക്കാരിനെ അവിടുത്തെ ജനം തെരഞ്ഞെടുത്ത, അവരുടെ ശരിയോ തെറ്റോ ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പ്, അവരുടെ ജനം തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാന സർക്കാരിനെ താഴേക്ക് വലിച്ചിടാൻ കേന്ദ്രത്തിന് ഒരു അവകാശവുമില്ല. എന്നു മാത്രവുമല്ല, ഒരു മന്ത്രിയോട് പറയുകയാണ് നിങ്ങൾക്കെതിരെ ആരോപണം വന്നു, നിങ്ങളെ കസ്റ്റഡിയിലേക്ക് പിടിച്ചിട്ടു, അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ഒരു കുറ്റം തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അയാൾ നിരപരാധിയാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ നിരപരാധി ആയിരിക്കെ, അയാളുടെ കുറ്റം തെളിഞ്ഞിട്ടില്ല ഇതുവരെ എന്നിരിക്കെ അയാൾ 30 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ അധികാരത്തെ, അയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് കളയുക എന്ന് വെച്ചാൽ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ഏകാധിപത്യ പ്രവണതയാണ്, അമിതാധികാര പ്രവണതയാണ്. ഈ സർക്കാർ ഈ പ്രതിപക്ഷം ഇതിനെ എതിർത്ത് തോൽപ്പിക്കട്ടെ എന്ന് ഏറ്റവും ഉച്ചത്തിൽ വലിയ ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിന് ഇപ്പോൾ പെട്ടെന്ന് വന്നതിന് പിന്നിൽ നിശ്ചയമായിട്ടും വോട്ട് ചോരി സംഭവങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചർച്ചയിൽ മറുപടി പറയാനില്ല BJPക്കും കേന്ദ്ര സർക്കാരിനും മറുപടി പറയാനില്ല. അദ്ദേഹം ഉയർത്തിയ, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഈ RDXൽ 1-2 പോയിന്റ് വായിക്കാനായിട്ട് പോലും കേന്ദ്ര സർക്കാർ ഒരു പോയിന്റും തരുന്നില്ല. അവർക്ക് മറുപടിയേ ഇല്ല. അങ്ങനെയുള്ളൊരു വിഷയം വന്നപ്പോൾ അതിനെ ഒരല്പം അങ്ങോട്ട് ശ്രദ്ധ ചതറിക്കാൻ കൂടിയിട്ടാണ് ഈ ഘട്ടത്തിൽ ഇത് കൊണ്ടുവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. ഇതിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഏർപ്പാടാണ്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, ഇപ്പോൾ ഈ വോട്ട് ചോരി ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ നടത്തിയ നീക്കത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ വോട്ട് ചോരി വിവാദങ്ങളും അത്തരം തർക്കങ്ങളും അത്തരം ആരോപണങ്ങളും മാറ്റിവെച്ച് ഇതിലേക്ക് ചർച്ചയെ കേന്ദ്രീകരിക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മൾ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്, പൊതുജനങ്ങളെ തന്നെ പ്രേരിപ്പിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം സനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഗവർണർക്ക് അറ്റപ്പറ്റ അധികാരമുള്ള ഈ സർവകലാശാല വിഷയങ്ങളിലടക്കം ഒരു ആലങ്കാരിക പദവി മാത്രമായി ഗവർണറെ കൊണ്ടുവന്ന് ഈ ഭരണഘടന സംസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവർണർക്ക് ചെറിയ അധികാരം ഉള്ളിടത്ത് എന്തെല്ലാം തരത്തിലാണ് ഒട്ടകത്തിന് കൂടാരത്തിൽ ഇടം കൊടുത്തതുപോലെയാണ് ഇവിടെ ഗവർണർക്ക് ഇടം കൊടുക്കുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കേരളത്തിൽ കാണുകയാണ്, തമിഴ്നാട്ടിൽ കാണുകയാണ്, ബംഗാളിൽ കാണുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഈ ഫെഡറൽ തത്വങ്ങളെ സമ്പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ഏറ്റവും കടുത്ത നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. ഈ അധികാരം ഗവർണർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല സനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. നമ്മുടെ കഷ്ടകാലത്തിന് ആ പ്രത്യേക അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് പോയെങ്കിലും സുപ്രീം കോടതി അടക്കം പല അധികാരങ്ങളും ഇപ്പോഴും അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതായത് അനാവശ്യമായ അറസ്റ്റുകൾ എത്ര എണ്ണം നടന്നു കഴിഞ്ഞു. അതായത് കൺവിക്ഷൻ റേറ്റ്
1% തികച്ചില്ലാത്ത ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് ഓർക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പോൾ അതായത് ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 99% പേരെയും അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ എത്ര പേരെയാണ് നമ്മൾ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, ചന്ദ്രബാബു നായിഡു, സെന്തിൽ ബാലാജി, സത്യേന്ദർ ജെയിൻ, ഇങ്ങനെ എത്ര മന്ത്രിമാരെ ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ അതായത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവ് എടുത്തു നോക്കിയാൽ തന്നെ എത്ര മുഖ്യമന്ത്രിമാരെ എത്ര മന്ത്രിമാരെ അനാവശ്യമായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ ഇതുപോലുള്ള ഏജൻസികളോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാരണം തീർച്ചയായും അമിതാധികാരമുള്ള ഒരു ഏജൻസി എന്ന നിലയ്ക്ക് അവർക്ക് ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയും. 180 ദിവസം വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള ഉപാധികളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇപ്പോൾ ജാമ്യം കിട്ടുന്നതിന് വലിയ പാടാണ്. കാരണം കോടതിയിൽ ആദ്യം തന്നെ തെളിയിക്കണം. അതായത് ഈ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് കോടതിയിൽ ഞാൻ കുറ്റവാളിയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ സങ്കീർണമായ വ്യവസ്ഥകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റിലുള്ളപ്പോൾ PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താലുള്ളപ്പോൾ ഈ ആരെ വേണമെങ്കിലും പിടിച്ചകത്തിടാം. അകത്തിട്ടിട്ട് 30 ദിവസം കഴിയുമ്പോൾ അയാളെ തന്ത്രപരമായി അങ്ങ് ഒഴിവാക്കാം. അതായത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളുകളുണ്ട് ഇവിടെ. ജയിലിൽ കിടന്ന് മത്സരിച്ച് മന്ത്രിമാരായവരുണ്ട്, മന്ത്രിമാരായിരിക്കെ ജയിലിൽ പോയവരുണ്ട്. ഇതൊക്കെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൽ എന്താണ് നീതീകരിക്കാവുന്നത് ചിലതുണ്ടാവും, നീതീകരിക്കാനാവാത്തത് ചിലതുണ്ടാവും. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ നേരത്തെ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുജനം ഉണർന്നിട്ടുണ്ട്, അവരിറങ്ങി നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഇത് തീരുമാനിക്കേണ്ട ജനമാണ്. അല്ലാതെ ഈ നിലയ്ക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അമിതാധികാര പ്രവണത കാണിക്കുകയല്ല വേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കണ്ണിൽ പൊടിയിടാനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇത് പാസ്സാവില്ലായിരിക്കും. പക്ഷേ ചർച്ച തീർച്ചയായും ഇവിടേക്ക് കൂടി പോവേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചായാലും അല്ലെങ്കിലും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തു പോവേണ്ടതുണ്ട്. ഈ നിലയ്ക്കുള്ള അമിതാധികാരം ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ ഒരു യൂണിയൻ ഗവൺമെൻറ്റിന്, അത് ആവർത്തിച്ച് പറയണമല്ലോ, നമ്മളൊക്കെ എപ്പോഴും പ്രയോഗിച്ചത് കേന്ദ്ര സർക്കാർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കേന്ദ്ര സർക്കാരല്ല, ഭരണഘടന പറയുന്നതനുസരിച്ച് ഇതൊരു യൂണിയൻ ഗവൺമെൻറ്റാണ്. ആ യൂണിയൻ ഗവൺമെൻറ്റിനെ അതിനനുവദിക്കാതിരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കൂട്ടുകെട്ട്, വോട്ട് മോഷണം, വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അട്ടിമറികൾ, അങ്ങനെ എണ്ണം പറഞ്ഞ ഒരു പിടി വിമർശനങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും കേന്ദ്ര സർക്കാരിനെ നിർത്തി പൊരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാതെ വിട്ടുപോയി സനീഷേ, അതാ ശശി തരൂരിന്റെ ഇടപാടാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്, അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, പക്ഷേ ഇത് സതുദ്ദേശപരമാണെന്നുള്ള പാട്ടിൽ അതിനകത്ത് ഇപ്പൊ എന്താണ് എതിർക്കാനുള്ളത്? ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ ശശി തരൂരിനെ ഉടനടി കോൺഗ്രസ് പുറത്താക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ അഭിപ്രായം തിരിച്ചെടുത്തു. എനിക്ക് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. കാരണം പരമാവധി അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധോഗതി പൂർണ്ണമായിട്ടും നാട്ടുകാർക്ക് മുന്നിൽ കാണിച്ചതിന് ശേഷം അദ്ദേഹം താനെ ഇറങ്ങിപ്പോട്ടെ എന്നായിരിക്കും. തീർച്ചയായും അതാണ്. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ നിർത്തിപ്പൊരിക്കുന്നു പ്രതിപക്ഷം എന്നുള്ളത് വാസ്തവമാണ്. കാരണം മറുപടിയില്ലാത്ത വിഷയങ്ങൾ പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായൊരു പ്രതിരോധവും പൊരുത്തമുള്ളൊരു മറുപടിയും ഇല്ലാതെ വല്ലാതെ പരുങ്ങുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള പ്രതീതി നമുക്ക് മുന്നിലുണ്ട്. ഇനി അവർക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ, അതും നമ്മൾ കൃത്യമായ മറുപടിയാണെങ്കിൽ ഇതേ ആർജവത്തോടെ നമ്മൾ പറയുമല്ലോ. പക്ഷേ ശ്രദ്ധയോടെ ഓർക്കണം, അങ്ങനെ ഒരു സവിശേഷത ഘട്ടത്തിലാണ് ഇന്നത്തെ ഈ വിവാദ ബില്ലിൻ്റെ തിടുക്കപ്പെട്ടുള്ള അവതരണം എന്നത്. നീതിന്യായ കോടതികളിലേക്ക് പോയാൽ ആദ്യ പരിഗണനയിലെ തള്ളിക്കളയാൻ സാധ്യതയുള്ള ഒരു ബില്ല് എങ്ങനെ ഇപ്പോൾ ഈ വിധം പൊന്തി വന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ തിരിയും. ഇനി കൊണ്ടുവന്ന ആ 3 ബില്ലുകളിലേക്ക് നോക്കുക. പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ സാധിക്കുന്ന അത്രയും ശക്തിയുള്ള ഒരു ഭരണഘടനാ ഭേദഗതി പരിശ്രമത്തെ രാഷ്ട്രീയ താല്പര്യമെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? പക്ഷേ ലക്ഷ്യം നിലവിലെ ചർച്ചകളുടെ ഫോക്കസ് തെറ്റിക്കൽ തന്നെയാണ് എന്ന് RDX ഊഹിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്